പിന്നെ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ വ്യൂ എടുക്കാം. അതായത് നെയ്മർ വാട്ട് ഇഫ് എന്നൊരു ചോദ്യമാണ്. വാട്ട് ഇഫ് നെയ്മർ സ്റ്റേഡ് ഇൻ ബാസ? ബാർസയിൽ നെയ്മർ അന്ന് തുടരുന്നുണ്ടെങ്കിൽ, അതായത് അന്ന് PSG നെയ്മർ പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാര്യമായിട്ട് പറയാം, നെയ്മർ ഒരു ബാലൻഡോർ ജയിച്ചിരുന്നു. അതേപോലെ തന്നെ നെയ്മർ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബാർസലോണ ഇപ്പോഴും ബാർസലോണയിൽ തുടരുകയാണെങ്കിൽ ബാർസലോണ ഒരു കപ്പിത്താനായിരുന്നു. എന്താണ് പറയുക, അത്രയും വലിയൊരു ലെവലിലാവാൻ വരെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് ഈ നെയ്മർ എന്ന് പറഞ്ഞത്. കാരണം ശരിക്കും പറഞ്ഞാൽ നെയ്മർ ഇതൊക്കെ ഡിസേർവിംഗ് ആയിരുന്നു, ഒരു ബാലൻഡിയോർ ഡിസേർവിംഗ് ആയിരുന്നു. ഇതിലും കൂടുതൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ഒന്നുമില്ല, ഇതിലും കൂടുതൽ ചാമ്പ്യൻസ് ലീഗുകൾ ഡിസേർവിംഗ് ആയിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാർസയിൽ നിന്നിട്ടുണ്ട്. ഇപ്പം നെയ്മർ ബാർസയിൽ നിന്ന് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ നെയ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മെസ്സിയുടെ നിഴലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം മെസ്സിയുടെ നിഴലിൽ നിൽക്കാണ്ട് ബാർസലോണ നിന്നിട്ടുണ്ടായിരുന്നു. അതായത് അന്നേ ബാർസലോണയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മെസ്സി പോയതിന്റെ ശേഷം എന്ത് ചെയ്യായിരുന്നു, ബാർസലോണ കപ്പിത്താനാവാൻ പറ്റിയിരുന്നു നെയ്മറിന്. പക്ഷെ നെയ്മറിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയലാണ് എ പ്രിൻസ് ദാറ്റ് നെവർ ബിക്കം എ കിങ് നമ്മൾ പറയുന്നുണ്ട്. അത്രക്കും എന്താ പറയാ, ഒരു കിങ് ആവാനുള്ള അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു നെയ്മർ. പക്ഷെ എന്താ പറയാ, അത് നെയ്മർ ശരിക്കും ഒരു ബാഡ് മൂവ് ആയിരുന്നു PSG എന്നാണ് പറയേണ്ടി വരും. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏത് വഴിക്ക് നോക്കി കഴിഞ്ഞാലും MSN കളിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ചാമ്പ്യൻസ് ലീഗൊക്കെ നേടി നിൽക്കുന്ന ടൈമിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞത് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ കളി കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ടിക്കി ടാക്ക ഗെയിമൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നിന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്താണ് നെയ്മർ PSG ചേക്കേറിയത്. അതിന് മുമ്പുള്ള മാച്ചിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, 4 ഗോളിന് പുറകിൽ നിന്നിട്ട് 6 ഗോളിന് ബാഴ്സ തിരിച്ചുന്ന മാച്ചൊക്കെ ഉണ്ടായിരുന്നു PSG-ക്കെതിരെ. ആ ഒരു മാച്ചാണ് സത്യം പറഞ്ഞ നെയ്മറിനെ അവർ കൊണ്ടുപോകാൻ തന്നെ കാരണം. ആ ഒരു ടൈമിൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന നെയ്മർ, സ്കിൽസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, അസിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ ലെവലിലും ടോപ്പിൽ നിൽക്കുന്ന നെയ്മർ അതേ ഒരു ഫോമിൽ തുടർന്ന് പോവാൻ നെയ്മർ കഴിഞ്ഞില്ല PSG-ലെത്തി. അപ്പോ നെയ്മർ എടുത്ത ഒരു വേഴ്സ്റ്റ് ഡിസിഷൻ ആണ് ബാഴ്സ വിട്ടിട്ട് അദ്ദേഹം PSG-ക്ക് പോയത്. ആ ഒരു തീരുമാനമാണ് ഓർത്തിട്ട് നെയ്മർ പോലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊരു ഏറ്റവും മോശമായിട്ടുള്ള തീരുമാനമായിരുന്നു. അല്ല, ഒരു പക്ഷെ മൂപ്പര് അവിടെ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ നെയ്മർക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ കഴിയായിരുന്നു, ഉറപ്പാണ്. ചിലപ്പോ മെസ്സിയും നെയ്മറും കൂടി ഒരു ചാമ്പ്യൻസ് ലീഗും ചിലപ്പോൾ ഒരു ബാലൻഡോർ പോലും നെയ്മറിന് കിട്ടിയിരുന്നു. ആ ഒരു ചാൻസാണ് അവിടെ ഇല്ലാതായത്. എന്നിട്ട് പിന്നീടും PSG എടുത്തിട്ട് വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവിടെയും പരിക്കേട് പിടിയിൽപ്പെട്ടിട്ടും നെയ്മറിന്റെ ഒരു കരിയർ മൊത്തം ഇങ്ങനെ പോയി. മെസ്സി റൊണാൾഡോന്റെ ഒപ്പം വാഴ്ത്തപ്പെട്ട താരമായിരുന്നു നെയ്മർ. പക്ഷെ ആ ഒരു ഗ്രാഫില് അതിനോട്ട് ഇവർ രണ്ടുപേരോടൊത്ത് ഉയരാനുള്ള ചാൻസ് നെയ്മർ ഉണ്ടായിട്ട് പോലും അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയണം. അതാണ് സത്യം. നെയ്മർ ബാഴ്സ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ നെയ്മർ ഇപ്പൊ ഒരു ഒന്നുകൂടി മികച്ച പ്ലെയർ, ഒന്നുകൂടി കൂടുതൽ അച്ചീവ്മെന്റ്സ് നെയ്മറിന് ഉണ്ടാവുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതുണ്ടായില്ല. അതിൽ നെയ്മർ വേറെ സംഭവം പറയുന്നത് 2015-16 കാലഘട്ടത്തിൽ നെയ്മർ തെളിയിച്ചതും കൂടിയാണത്. 2015-16 കാലഘട്ടത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ഒരു സീസണിലാണ് മെസ്സിക്ക് ഇഞ്ചറി പറ്റുന്നത്. ആ ഒരു സീസണിൽ മെസ്സിക്ക് ഇഞ്ചറി പറ്റും. പിന്നീട് അങ്ങോട്ട് ആ ഒരു സീസണിൽ നെയ്മർ സിംഗിൾ ഹാൻഡഡ്ലി അല്ലെങ്കിൽ അത്രയും കളിച്ചിട്ട് നെയ്മർ തെളിയിച്ച് ആ ഒരു സീസണിൽ നെയ്മറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബാർസനെ സിംഗിൾ ഹാൻഡഡ്ലി ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. നെയ്മർ ആ ഒരു സീസണിൽ ക്ലബ് വേൾഡ് കപ്പും അതേപോലെ തന്നെ സൂപ്പർ കപ്പും നേടുണ്ടായി. മെസ്സി ഇല്ലാണ്ട് തന്നെ, മെസ്സിക്ക് പരിക്കായോണ്ട് തന്നെ. അപ്പൊ അത്രയും എന്താ പറയുക, നെയ്മർ ഓൾറെഡി തെളിയിച്ചതാണ് നെയ്മർക്ക് വേണമെങ്കിൽ ബാർസലോണ കപ്പിത്താനാവായിരുന്നു. പക്ഷെ ഈ ഒരു വോഴ്സ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതാവാൻ പറ്റില്ല.